അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ മനസ്സിലാക്കുവാൻ പോകുന്ന വിഷയം പരിശുദ്ധമായ പുണ്യ റമളാൻ മാസത്തിലൂടെയാണ് നമ്മളെല്ലാവരും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നാം എല്ലാവരും നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട ഒരു വിഷയത്തെക്കുറിച്ചാണ് നമ്മളെല്ലാവരും ഈ ക്ലാസ്സിലൂടെ മനസ്സിലാക്കുവാൻ പോകുന്നത്. വിഷയം എന്തെന്ന് വെച്ചാൽ നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ ഏതൊക്കെ എന്നതിനെക്കുറിച്ചാണ് അല്ലേ. എന്തായാലും നിർബന്ധമായിട്ടും മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു വിശ്വാസി, ഒരു നോമ്പെടുക്കുന്ന ആൾ നിർബന്ധമായിട്ടും മനസ്സിലാക്കിയെടുക്കേണ്ട ഫർള് നോമ്പുകൾ നോറ്റുകൊണ്ടിരിക്കുന്ന ഈ പുണ്യ റമളാൻ മാസത്തിൻ്റെ ഈ സമയത്ത് തീർച്ചയായിട്ടും ഒരു വിശ്വാസി പഠിച്ചു വെക്കേണ്ട, മനസ്സിലാക്കി വെക്കേണ്ട ഒരു കാര്യമാണ് നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ ഏതൊക്കെ എന്നത്. അപ്പോൾ നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ ഒന്നാമതായിട്ട് പറയുന്നത് ഭാര്യ ഭർത്താക്കൾ തമ്മിൽ സംയോഗം ചെയ്യുക എന്നുള്ളതാണ്. ഭാര്യയും ഭർത്താവും തമ്മിൽ സംയോഗം ചെയ്യുക, ഇത് നോമ്പ് മുറിയുന്ന കാര്യങ്ങളിൽ പെട്ടതാണ്. ഒരു സംശയവും ഉണ്ടാകില്ല, ആർക്കും സംശയമുണ്ടാവില്ല, അത് നോമ്പ് മുറിയുന്ന കാര്യം തന്നെയാണ്. പകൽ സമയത്ത്, അതായത് നോമ്പ് ഉള്ള സമയത്ത്, നോമ്പ് പിറന്നതിന് ശേഷം രാത്രി പ്രശ്നമില്ല, പക്ഷേ രാത്രി പ്രശ്നമില്ല, എന്നാൽ പകൽ സമയത്ത് സംയോഗം ചെയ്യൽ തെറ്റാണ്, നോമ്പ് മുറിയുന്നതാണ്. എന്നാൽ രാത്രി സമയത്ത് ഇശാനിസ്കാരമൊക്കെ കഴിഞ്ഞ് രാത്രി സമയത്ത് ഇതിനൊന്നും തടസ്സമില്ല. ഇനി അടുത്തതായിട്ട് പറയാൻ പോകുന്നത് നോമ്പ് മുറിയുന്ന കാര്യങ്ങളിൽ അടുത്തതായിട്ട് പറയുന്നത് ഉണ്ടാക്കി ഛർദ്ദിക്കുക എന്നുള്ളതാണ്. ഉണ്ടാക്കി ഛർദ്ദിച്ച് കഴിഞ്ഞാൽ നോമ്പ് മുറിയുന്നതാണ്. ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ചില ആളുകളൊക്കെ ബ്രഷൊക്കെ ചെയ്യുമ്പോൾ അണ്ണാക്കിലോട്ട് ബ്രഷ് ഉരസുന്നവരൊക്കെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഛർദ്ദിക്കാൻ വളരെയേറെ സാധ്യത കൂടുതലാണ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നോമ്പ് നോറ്റ ഒരാൾ ഇതൊക്കെ ശ്രദ്ധിക്കുക. ഉണ്ടാക്കി ഛർദ്ദിക്കാൻ പാടില്ല, അല്ലെങ്കിൽ ഛർദ്ദിക്കാൻ വരുന്ന കാര്യങ്ങൾ ഒരു വ്യക്തി ചെയ്യാൻ പാടില്ല എന്നർത്ഥം. ഇനി അടുത്തത് ഉള്ളിലേക്ക് വല്ല തടിയും പ്രവേശിക്കുക. ഉള്ളിലേക്ക് വല്ല തടിയും പ്രവേശിക്കുക എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കനമുള്ള എന്തെങ്കിലും വസ്തു, എന്ത് വസ്തു ആയാലും അത് ഉള്ളിലേക്ക് പ്രവേശിച്ചാൽ നോമ്പ് മുറിയുന്നതാണ്. കനമുള്ള വല്ലതും, അതാണ് ഉള്ളിലേക്ക് വല്ല തടിയും പ്രവേശിച്ചു കഴിഞ്ഞാൽ നോമ്പ് മുറിയുന്നതാണ്. അതായത് വെള്ളമായാലും നോമ്പ് മുറിയും, ഇനി എന്ത് തന്നെയായാലും ഉള്ളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നോമ്പ് മുറിയുന്നതാണ്. അതാണ് നോമ്പെടുത്ത വ്യക്തികൾ, നമുക്കറിയാം, ഒരു ചുമച്ച് കഫം വന്നാൽ പോലും അത് തുപ്പിക്കളയണം എന്നാണ്. അപ്പോൾ നോമ്പെടുക്കുന്ന ആളുകൾ ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നോമ്പ് മുറിയുന്ന മറ്റൊരു കാര്യമാണ് മുഷ്ടിമൈഥുനം ചെയ്യുക എന്നുള്ളത്. മുഷ്ടിമൈഥുനം ചെയ്യുക എന്ന് പറയുമ്പോൾ ചില ആളുകൾക്ക് മനസ്സിലായിട്ടുണ്ടാകില്ല ഇത് എന്തെന്ന് വെച്ചാൽ, അതായത് പങ്കാളികൾ തമ്മിൽ കൈകൊണ്ട് ശുക്ലം കളയുക. അതായത് പുരുഷൻ സ്ത്രീക്കായാലും സ്ത്രീ പുരുഷനായാലും കൈകൊണ്ട് ചെയ്തു കൊടുക്കുന്ന രീതിയാണ് മുഷ്ടിമൈഥുനം ചെയ്യുക എന്നുള്ളത്. ഇത് ഇനിയിപ്പോൾ സ്വയംഭോഗമായാൽ പോലും തെറ്റാണ്. അപ്പോൾ ഈ കാര്യം ശ്രദ്ധിക്കുക, ഇതും പാടില്ല, ഇത് നോമ്പ് മുറിയുന്ന കാര്യങ്ങളിൽ പെട്ടതാണ്. നമുക്കറിയാം, ഞാൻ നോമ്പ് നോറ്റിക്കൊണ്ട് പരസ്പരം പങ്കാളിയെ താല്പര്യപ്പെടുത്തും വിധം, അതായത് ആ രീതിയിൽ താല്പര്യപ്പെടുത്തും വിധം നിങ്ങൾ നോമ്പ് നോറ്റിട്ട് അതുപോലെ ചെയ്യാൻ പോലും പാടില്ല എന്നാണ്. അപ്പോൾ മുഷ്ടിമൈഥുനം തെറ്റാണ് എന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട. അപ്പോൾ മുഷ്ടിമൈഥുനം എന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. അതായത് പങ്കാളികൾ തമ്മിൽ കൈകൊണ്ട് ശുക്ലം കളയുക, ഇതാണ് മുഷ്ടിമൈഥുനം. അതുകൊണ്ട് ഇതും പാടില്ല, ഇതും നോമ്പ് മുറിയുന്ന കാര്യങ്ങളിൽ പെട്ടതാണ്. അപ്പോൾ നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ എന്ന വിഷയത്തെക്കുറിച്ച് ഇന്നത്തെ ഈ ക്ലാസ്സിലൂടെ നമുക്ക് ഇത്രയുമാണ് മനസ്സിലാക്കുവാനുള്ളത്. അപ്പോൾ പുണ്യ റമളാൻ മാസത്തിലെ, നമ്മുടെ ഈ മാസത്തിലെ, പരിശുദ്ധമാക്കപ്പെട്ട ഈ മാസത്തിലെ നോമ്പ് പടച്ച റബ്ബ് നമ്മുടെ എല്ലാവരുടെയും സ്വീകരിക്കട്ടെ. നാളെ നമുക്കെല്ലാവർക്കും അതൊരു മുതൽക്കൂട്ടാവട്ടെ. അപ്പോൾ നോമ്പ് അതിൻ്റേതായിട്ടുള്ള ശ്രദ്ധാപൂർവ്വം നല്ല രീതിയിൽ ശ്രദ്ധിച്ച് ധാരാളം സൽക്കർമ്മങ്ങളൊക്കെ ചെയ്ത് പരിശുദ്ധ റമളാൻ മാസത്തെ പരമാവധി പ്രയോജനപ്പെടുത്താൻ എല്ലാവരും ശ്രദ്ധിക്കണമെന്ന് ഈ ഒരു അവസരത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.